ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഫാമിലി വ്ലോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുത്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള എലികളെ കൊല്ലാനും എലികളെ ഓടിക്കാനുമുള്ള അടിപൊളിയായിട്ടുള്ള ടിപ്സുകളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് നമ്മളെല്ലാം വലിച്ച് ദൂരെ എറിഞ്ഞ് കളയുന്ന, ആർക്കും വേണ്ടാതെ വേസ്റ്റാക്കി കളയുന്ന ഒരു ഐറ്റം വെച്ചിട്ടാണ് തെർമോക്കോൾ. നമ്മളിപ്പോൾ റോഡിലൂടെയൊക്കെ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും തെർമോക്കോളിൻ്റെ പീസ് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകുന്നോളൂ. ഇത് വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള സൂത്രമാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ തെർമോക്കോൾ ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി തെർമോക്കോളൊന്നും വേണ്ട, കുറച്ച് മതി. നമ്മളിപ്പോൾ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ടിവിയോ എന്ത് ഇലക്ട്രോണിക്സ് സാധനങ്ങൾ വാങ്ങിച്ചാലും അതിനോടൊപ്പം തെർമോക്കോൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ തെർമോക്കോളിൻ്റെ കഷ്ണം വെച്ചിട്ടാണ്, ഒരു കുറച്ച് പീസ് മതി കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ആദ്യം നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് നമ്മുടെ കംപ്ലീറ്റ് വീടിനും അകത്തും പുറത്തുമുള്ള ഇപ്പോൾ നമ്മുടെ കൃഷിയിടത്തിലുള്ള എലികളെ ആയാലും നമുക്ക് കൊല്ലാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒരു 1.5 സ്പൂണോളം ഗോതമ്പ് പൊടി മതി കേട്ടോ. ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും വേണ്ട, ചെറിയൊരു ബോൾ ഉണ്ടാക്കിയെടുക്കാവുന്ന പരുവത്തിൽ മാത്രം മതി. അപ്പോൾ ഇതേപോലെ നമ്മൾ നല്ലൊരു ബോൾസ് ഉണ്ടാക്കാവുന്ന പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മാത്രം പൊടി മതി. ഇതുപോലെ ഉണ്ട്. ഇനി നമുക്കിതിനൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് തെർമോക്കോളിനൊന്ന് ജസ്റ്റ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ തെർമോക്കോൾ ഒരു കുഞ്ഞു കഷ്ണം മതി കേട്ടോ, ഒത്തിരി എണ്ണം വേണ്ട. ഇതിനെ നമുക്ക് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. നമ്മളിങ്ങനെ ഒന്ന് കൈ കൊണ്ടായാലും പൊടിച്ചെടുത്താൽ മതി. സൈഡിൽ നിന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം, ഒരു ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതിനാക്കി എടുക്കാവുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് ഫില്ലിംഗ് ആയിട്ട്, ഈ ബോളിൻ്റെ അകത്തൊരു ഫില്ലിംഗ് ആയിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞു 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 കഷ്ണങ്ങളായിട്ട് അടിക്കാൻ പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഞാനിങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം ഇതിനെ കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കി എടുക്കണം കേട്ടോ. ചെറിയ കഷ്ണങ്ങളെ മാത്രമേ എടുക്കാവുള്ളൂ. എന്നിട്ട് നമ്മുടെ ഈ ബോൾ എടുത്ത് കയ്യിലോട്ടൊന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പരത്തി കൊടുക്കുക. പരത്തി കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി പെറുക്കി ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഫില്ലിങ് പോലെ ഇരുന്നോളും. കാരണം ഇങ്ങനെ ഗോതമ്പ് പൊടിയായാലും നമ്മളിങ്ങനെയുള്ള മാവുകളൊക്കെ എവിടെയെങ്കിലും വെക്കുമ്പോൾ എലി വന്ന് കഴിക്കാറുള്ളതാണ്. അപ്പോൾ എലി ഇത് കഴിക്കും. അപ്പോൾ ഇതിങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഐറ്റം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങളെ കാണിച്ചു തരാം. പഞ്ചസാരയാണ് കേട്ടോ. 2 ടൈപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ നോർമൽ വൈറ്റ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, പിന്നെ ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ടിപ്പിൽ നമുക്ക് വൈറ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. സാധാ പഞ്ചസാര ചേർക്കുക. ഈ ബ്രൗൺ നമുക്ക് മാറ്റി വയ്ക്കുക, അടുത്തൊരു ടിപ്പിനും കൂടി വേണ്ടതാണേ. അപ്പോൾ ഇത് വൈറ്റ് ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഒരല്പം എടുത്ത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ജസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ബോൾ ഉണ്ടല്ലോ, ബോളിനൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഉരുട്ടി ഫുള്ള് പഞ്ചസാരയാക്കി വെക്കുക. ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇത് എലി കഴിക്കും, എലി ചത്തു പോവും ചെയ്യും കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് എലി ചത്തുപോകും. കാരണം ഈ തെർമോക്കോൾ എന്ന് പറയുന്ന സാധനം എലികൾ എടുത്ത് വായിലോട്ടിടും. ഇടുമ്പോൾ ഇത് വിഴുങ്ങും, ഉള്ളിൽ പോവും, ഭയങ്കര വയറിന് കംപ്ലൈൻ്റ് ആവും. ഒരു 10-15 മിനിറ്റിനുള്ളിൽ എലി ചത്തു പോകും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. സെക്കൻഡ് ടിപ്പിലേക്ക് പോവാം. സെക്കൻഡ് ടിപ്പിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് കണ്ടോ, കുറച്ച് സോപ്പാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള ഡോക്ടർ വാഷിൻ്റെ സോപ്പിൻ്റെ ഒരു ചെറിയ കഷ്ണമാണ് കേട്ടോ. ഇതിങ്ങനെ ചീക്കിയിടുക. അപ്പോൾ നിങ്ങൾ എന്താണോ വാഷിങ്ങിന് എടുക്കുന്ന ഏതെങ്കിലും ചെറിയ സോപ്പിൻ്റെ കഷ്ണമോ ഇല്ലെങ്കിൽ നമ്മുടെ വിമ്മ് സോപ്പോ എന്ത് സോപ്പായാലും എടുക്കുക കേട്ടോ. അതിൻ്റെ ചെറിയ കഷ്ണം ഇതുപോലെ തന്നെ ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് ചുരണ്ടി ഇട്ട് കൊടുക്കുക. കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം മതി കേട്ടോ. കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഞൊരടി കൊടുക്കുക. ഞൊരടി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഓരോരോ ഐറ്റംസ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് അടുത്തതായിട്ട് ഇടുന്ന ഗോതമ്പ് മാവാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ തെർമോക്കോളാണ് കേട്ടോ. തെർമോക്കോളും ചെറുതായിട്ട് ഇങ്ങനെ ചുരണ്ടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതെല്ലാം കൂടി ആക്കിയതിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനിങ്ങനെ കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് ചെയ്യണത് നൈസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഒടിച്ചെടുക്കണ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായാലും ഇത്രയും ചെറുതായിട്ട് കിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം ഡെറ്റോളും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഡെറ്റോളും കൂടി ഒരു അല്പം ഒഴിക്കണം കേട്ടോ. ഒത്തിരി ക്വാണ്ടിറ്റി വേണ്ട, കുറച്ച് ഒഴിക്കുക. എന്നിട്ട് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ ഇത് കുഴച്ചെടുക്കണം കേട്ടോ. നിങ്ങൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സാധനം അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതേപോലെ ഞാനിങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട് കണ്ടോ.
ഇതേപോലെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഉണ്ടയാക്കുക ഒന്നും വേണ്ട കേട്ടോ. ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് എവിടെയാണ് നമ്മുടെ വീട്ടിലെ എലികൾ കൂടുതലായി കാണപ്പെടുന്നത് ആ ഭാഗത്തേക്ക് നമുക്കിത് കൊണ്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എലികൾ കഴിക്കും, എലികൾ ചത്തു പോവുകയും ചെയ്യും കേട്ടോ. പിന്നെ വയ്ക്കുന്ന ഭാഗങ്ങളൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ട് വയ്ക്കുക. വേറെ തിന്നാനൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് എലിയുടെ വഴിക്ക് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെയ്യുക. പിന്നെ വെള്ളമൊന്നും പാത്രത്തിൽ വെച്ച് കൊടുക്കരുത്, അത് കഴിച്ചിട്ട് എലി പോവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പിലേക്ക് പോവാം. അടുത്ത ടിപ്പ് 3ാമത്തെ ടിപ്പാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണേ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതിനകത്തോട്ട് കുറച്ച് പെരുംജീരകം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് ഉലുവയാണ്. അപ്പോൾ ഇതേത് കണ്ടോ, ഇതേപോലെ എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ പെരുംജീരകം ചതച്ചതും എടുക്കാതിരിക്കുക കേട്ടോ. പെരുംജീരകം അതുവഴി മുഴുവനായിട്ടുള്ളത് എടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ നല്ല ഒരു എന്തായിരിക്കും, എലികളെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിലോട്ട് കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇട്ടാൽ മതി, അതുകൊണ്ട് ഞാൻ അളവ് പറയാത്തത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്ന സാധനം എന്ന് പറയുന്നത് കുറച്ച് ഗോതമ്പ് പൊടിയോ മൈദയോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. ഒരല്പം ഇട്ട് കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത്, നമ്മൾ ബ്രൗൺ ഷുഗർ ഞാൻ പറഞ്ഞില്ലേ മാറ്റി വെച്ചുകൊണ്ട്, ബ്രൗൺ ഷുഗർ എടുത്തിട്ട് അല്പം ഇട്ട് കൊടുത്താൽ മതി. ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും വേണ്ട കേട്ടോ, ഒരു അല്പം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സാക്കി ഇതൊന്ന് ഇച്ചിരി ലൂസി ടൈപ്പിലാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ ഒരല്പം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒഴിക്കുക. ഇതൊന്നൊരു കുറുക്ക് പോലെ ജസ്റ്റ് ഒന്ന് ലൂസ് ടൈപ്പായിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ഉള്ളത് കൊണ്ട് കുറച്ച് അലുത്ത് വരുമല്ലോ, അടിപൊളി സംഭവമാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സാക്കി വെച്ചതിന് ശേഷം നമ്മുടെ തെർമോക്കോൾ നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തെർമോക്കോളും കൂടി നമുക്ക് എടുത്തിട്ട് വേണം ഇതിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ ഇവിടെ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ നിറയെ വണ്ടിയൊക്കെ പോകുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ശബ്ദം കേൾക്കുന്നത്. ഞാൻ ഇതുപോലെ 2 കഷ്ണം കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കഷ്ണം നമുക്ക് എടുത്തിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് മുറിച്ചെടുക്കുക മീൻസ് ഒന്ന് കനം കുറച്ചെടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് കനം കുറച്ചിങ്ങനെ എടുക്കാം. അപ്പോൾ ഇത് വലിയ കഷ്ണമായിട്ട് വെക്കണമെന്നില്ല കേട്ടോ, നിങ്ങൾക്കൊരു ചെറിയ ചെറിയ കഷ്ണമായിട്ട് വെച്ചാലും മതി. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വലിയൊരു കഷ്ണം കാണിക്കുന്നത്. അത് ജസ്റ്റ് വെള്ളത്തിലൊന്ന് കുതിർത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോ ഒരു ടേബിളിലോട്ടോ വെച്ച് കൊടുത്തിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഈ ഒരു മിക്സ് അത് ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയും വലിയ പീസ് ഒരിക്കലും എടുക്കരുത്, കുഞ്ഞു പീസ് എടുത്താൽ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വലിയ പീസിൽ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ പീസിലായാലും മതി, 2 സൈഡിലോട്ട് നന്നായിട്ട് ആവുന്ന തരത്തിൽ വെക്കുകയാണെങ്കിൽ ഇത് എലി കഴിക്കും, ചത്തു പോവുകയും ചെയ്യും കേട്ടോ. അപ്പം നമ്മളിത് വെക്കുന്ന സമയത്തേക്ക് കുറച്ച് ടേബിളിലോ അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന ഭാഗങ്ങളിലേക്ക് കുറച്ച് ക്വാണ്ടിറ്റി താഴെയൊക്കെ കിടക്കുന്ന രീതിയിലോട്ടായിരിക്കണം. അങ്ങനെയാകുമ്പോൾ എലിക്ക് അത് ഇപ്പോൾ നല്ല ഉലുവയുടെയും പെരുംജീരകത്തിൻ്റെ പഞ്ചസാരയുടെയൊക്കെ ആ ഒരു സ്മെല്ലടിക്കുമ്പോൾ ശരിക്കും ഇത് എലിയെ അട്രാക്റ്റ് ചെയ്യും. എലിയെ കാണുമ്പോൾ നല്ലൊരു അടിപൊളി കളറും ഉണ്ട്. അപ്പോൾ അത് എലി കഴിക്കുകയും എലി ചത്തു പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ 3 ടിപ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ടിപ്പുകളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അടുത്ത വീഡിയോയിൽ കാണാം.